നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. സുരക്ഷിത യാത്രയ്ക്ക് തെളിച്ചമുള്ള വഴികാട്ടികൾ. സ്വാതന്ത്ര്യദിനത്തിൽ KCYM നെല്ലിയോട് യൂണിറ്റിന്റെ പ്രവർത്തനം ശ്രദ്ധ നേടി. സുരക്ഷിത യാത്രയ്ക്ക് തെളിച്ചമുള്ള വഴികാട്ടികൾ. സ്വാതന്ത്ര്യദിനത്തിൽ KCYM നെല്ലിയോട് യൂണിറ്റിന്റെ വേറിട്ട പ്രവർത്തനം ശ്രദ്ധ നേടി. നെല്ലിയോട് ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് KCYM നെല്ലിയോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുരക്ഷിത യാത്രയ്ക്ക് തെളിച്ചമുള്ള വഴികാട്ടികൾ എന്ന ആശയം മുൻനിർത്തി നടത്തിയ പ്രവർത്തനം ഏവർക്കും മാതൃകയും ശ്രദ്ധയും നേടി. തിരുവല്ല മുതൽ മധുപാലം വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള സൂചനാ ബോർഡുകൾ വൃത്തിയാക്കിയാണ് യുവജനങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. KCYM എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ 7 അംഗങ്ങൾ പങ്കെടുത്ത ഈ പ്രവർത്തനത്തിൽ റോഡിന്റെ ഇരുവശത്തുമായി സ്ഥാപിച്ചിരുന്ന 65 വഴികാട്ടി സൂചനാ ബോർഡുകൾ വൃത്തിയാക്കി. റോഡ് ആക്സിഡന്റുകൾ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സൂചനാ ബോർഡുകൾ വൃത്തിയാക്കുന്നതിലൂടെ ഒരു പരിധിവരെ യാത്രക്കാർക്ക് സുരക്ഷിത യാത്ര സാധ്യമാകുമെന്ന് യുവജനങ്ങൾ പറഞ്ഞു. KCYM തിരുവനന്തപുരം അതിരൂപത സെക്രട്ടറി രാജീവ് ആർ, KCYM നെല്ലിയോട് യൂണിറ്റ് സെക്രട്ടറി ജിത്തു RB, മീഡിയ ഫോറം കൺവീനർ ജിജോ MA, മറ്റ് യൂണിറ്റ് അംഗങ്ങൾ ജിനു MA, സായ്കുമാർ SS, എഡ്വിൻ G, ഗോഡ്വിൻ G എന്നിവർ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖം. ഒസാനം കാരുണ്യ ഭവൻ രജത ജൂബിലി ആഘോഷത്തിൽ തോമസ് ജെ നെറ്റോ മെത്രാപ്പോലീത്ത. വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമാണെന്ന് തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പോലീത്ത പണ്ഡിറ്റ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. കോവളം മാഴകുളത്ത് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒസാനം കാരുണ്യ ഭവന്റെ 25ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർത്തനത്തിലെ വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്ന പ്രാർത്ഥനയുടെ പ്രത്യുത്തരമാണ് പുരുഷ വയോധികർക്കായി പ്രവർത്തിക്കുന്ന ഈ കാരുണ്യഭവനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്കായി പണിതുകൊണ്ടിരിക്കുന്ന വൃദ്ധസദനത്തിന് അഭിവന്ദ്യ മെത്രാപ്പോലീത്ത ആശംസകൾ നേർന്നു. ഒപ്പം ഇതിന് പിന്നിൽ പ്രയത്നിക്കുന്ന വിൻസെൻഷ്യൻ സഹോദരങ്ങളെയും പരിചാരകരായി പ്രവർത്തിക്കുന്ന സന്യസ്തരെയും പിതാവ് അഭിനന്ദിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ച് വലിയതുറ ഫൊറോനയിൽ സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വാക്കത്തോൺ. ഓഗസ്റ്റ് 17 നടന്ന പരിപാടിയിൽ ചുവടുവയ്ക്കാം നല്ല നാളേക്കായി, ലഹരി ഒഴിവാക്കൂ, നല്ല ആരോഗ്യം ശീലമാക്കൂ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി സാമൂഹ്യ ശുശ്രൂഷ വലിയതുറ ഫൊറോന ശുശ്രൂഷ സമിതി അംഗങ്ങളും പാർലമെന്റ് കുട്ടികളും പങ്കെടുത്തു. എക്സൈസ് ഓഫീസർമാരായ ശ്രീ മോഹനൻ, ശ്രീ ദിലീപ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശംഖുമുഖം പോലീസ് സ്റ്റേഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ച് SI ശ്രീമതി ജയശ്രീ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചെറിയതുറ ഇടവകയിലെ കുട്ടികൾ അവതരിപ്പിച്ച മൈം, ഡാൻസ്, വലിയതുറ ഇടവകയിലെ കുട്ടികളുടെ ലഹരി വിരുദ്ധ ഗാനം എന്നിവ പരിപാടിക്ക് മിഴിവേകി. നെല്ലിയോട് ഇടവകയിൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. നെല്ലിയോട് ഇടവകയിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതിയും യുവജന ശുശ്രൂഷയും KLM ഇടവക BCC അംഗങ്ങൾ എന്നിവർ ചേർന്ന് സംയുക്തമായി ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 18 ഞായറാഴ്ച നടന്ന പരിപാടി ഇടവക വികാരി ഫാദർ വിജിൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ സ്വപ്ന ആശംസകൾ അർപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർ ശ്രീജിത്തും ടീം അംഗങ്ങളും രോഗാവസ്ഥകളിലും അപകട സമയങ്ങളിലും നാം എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുള്ള ക്ലാസിന് നേതൃത്വം നൽകി. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും അതിനോടനുബന്ധിച്ച് നടന്ന പരിശീലനത്തിലും പങ്കാളികളായി. ഇടവക ഫൊറോനതല നേതൃസംഗമം നടത്തി കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ കോവളം ഫൊറോന. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ ഇടവക ഫൊറോന തലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന നേതൃസംഗമം കോവളം ഫൊറോനയിൽ നടന്നു. ഓഗസ്റ്റ് 18 ഞായറാഴ്ച കോവളം ഫൊറോന സെന്ററിൽ നടന്ന സംഗമം കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ അതിരൂപത ഡയറക്ടർ ഫാദർ റിച്ചാർഡ് സക്കറിയാസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളുടെ വീണ്ടെടുപ്പും വളർച്ചയും ലക്ഷ്യം വെച്ച് ഇടവകകളിൽ കുടുംബ ശുശ്രൂഷ ശക്തിപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിരൂപത ഡയറക്ടർ തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ജൂലൈ 6 അതിരൂപത കുടുംബ പ്രേക്ഷിത ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്ന കുടുംബദീപം പരിപാടിയുടെ അനുബന്ധ പരിപാടിയായാണ് കോവളം ഫൊറോനയിൽ നേതൃസംഗമം പരിപാടി നടന്നത്. ഇടവക ഫൊറോന തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. കോവളം ഫൊറോന കോർഡിനേറ്റർ ഫാദർ നെപ്പോളിയൻ ഗോമസ് അധ്യക്ഷത വഹിച്ചു. ശ്രീ അജിത് പെരേര നേതൃത്വ പരിശീലനത്തെക്കുറിച്ചും ശ്രീ സതീഷ് ജോർജ് കുടുംബ ശുശ്രൂഷ പ്രവർത്തനങ്ങളെക്കുറിച്ചും നടന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കോവളം ഫൊറോന ആനിമേറ്റർ ശ്രീമതി ഷീജ പ്രഭകുമാർ സ്വാഗതവും പൂന്തുറ ഇടവക കുടുംബ ശുശ്രൂഷ കൺവീനർ ശ്രീ ജോണി കൃതജ്ഞതയും പറഞ്ഞു. ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്നും പങ്കെടുത്ത ഭാരവാഹികൾക്ക് തങ്ങളുടെ ഇടവകകളിൽ നടത്തേണ്ട കുടുംബ അജപാലന പ്രവർത്തനങ്ങളെക്കുറിച്ചും അടുത്ത നേതൃനിരയെ രൂപപ്പെടുത്തേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് ലഭ്യമാക്കാൻ നേതൃസംഗമത്തിലൂടെ സാധിച്ചു.
ഗ്രാമസഭ പരിശീലന ക്ലാസ് നടത്തി പാളയം ഫൊറോന സാമൂഹ്യ ശുശ്രൂഷ സമിതി. ഗ്രാമസഭകളിൽ ഇടവക അംഗങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പാളയം ഫെറോനയിൽ ഗ്രാമസഭ പരിശീലന ക്ലാസ് സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വെള്ളയമ്പലം സെന്റ് സേവിയേഴ്സ് ഹാളിൽ വച്ച് നടന്ന ഏകദിന പരിശീലന ക്ലാസ്സിൽ മുൻ ജില്ലാ വികേന്ദ്രീകൃത ആസൂത്രണ സംസ്ഥാനതല ഫാക്കൽറ്റി അംഗം ശ്രീ സാധന രാജൻ ജനകീയ ആസൂത്രണ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ശ്രീ സുജിത് എഡ്വിൻ നേതൃത്വ പരിശീലന ക്ലാസ് നടത്തി. ഫെറോനയിലെ യുവജനങ്ങളെ PSC പഠനം പ്രോത്സാഹിപ്പിക്കണമെന്നും സർക്കാർ മേഖലയിൽ ഉയർന്ന ജോലികൾ നേടിയെടുക്കുവാൻ അവരെ തയ്യാറാക്കണമെന്നും സാമൂഹ്യ ശുശ്രൂഷ ഡയറക്ടർ ഫാദർ ആഷ്ലിൻ ജോസ് അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. വിവിധ ഇടവകകളിൽ നിന്ന് 58 അംഗങ്ങൾ സന്നിഹിതരായിരുന്ന പരിശീലന പരിപാടിയിൽ രൂപത കപ്പാസിറ്റി കോർഡിനേറ്റർ ശ്രീമതി ലീജ സ്റ്റീഫൻ, ഫെറോന ഇൻചാർജ് സിസ്റ്റർ സ്വപ്ന, ഫെറോന റീജിയണൽ ആനിമേറ്റർ ശ്രീമതി റീന എന്നിവർ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി. മതാധ്യാപക ശാക്തീകരണ ശില്പശാല നടത്തി അടിമലത്തുറ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന സമിതി. പുല്ലുവിള ഫൊറോന ഉൾപ്പെട്ട അടിമലത്തുറ ഇടവകയിലെ ക്രിസ്തീയ വിശ്വാസ ജീവിത പരിശീലന സമിതിയുടെ നേതൃത്വത്തിൽ മത അധ്യാപകർക്കായി 2024 ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച ശാക്തീകരണ പഠന ക്ലാസ് നടത്തി. കത്തോലിക്ക സഭ ദൈവാരാധനയും വിശ്വാസവും എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി അടിമലത്തുറ ആനിമേഷൻ സെൻറ്ററിൽ നടന്ന ക്ലാസ്സിന് ഗ്രന്ഥരചയിതാവും അതിരൂപത ശുശ്രൂഷ കോർഡിനേറ്റർ റവറൻ ഡോക്ടർ ലോറൻസ് കുലാസ് നേതൃത്വം നൽകി. മതാധ്യാപകരായ 40 പേർ പങ്കെടുത്ത ക്ലാസ്സിൽ ക്രിസ്തീയ വിശ്വാസ ചരിത്രം, ദൈവസങ്കല്പം, മാലാഖമാർ, വിശുദ്ധ ഗ്രന്ഥം, ആരാധനാക്രമം, ഭക്താനുഷ്ഠാനങ്ങൾ, മരണാനന്തര ജീവിതം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിച്ചു. പഠന ക്ലാസ്സിന് മുന്നോടിയായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ബൈബിൾ പ്രതിഷ്ഠ നടത്തി. അധ്യാപകനും മുൻ മതാധ്യാപകനുമായ ശ്രീ ജോർജ് സാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസ രൂപീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. മതബോധന സമിതി പ്രധാന അധ്യാപകൻ ശ്രീ മാർട്ടിൻ സ്വാഗതവും ആനിമേറ്റർ സിസ്റ്റർ ബെനീറ്റ ബൈബിൾ വിചിന്തനവും അധ്യാപകനായ ശ്രീ ഗ്രേഷ്യസ് നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.